PCOD, PCOS കേൾക്കുമ്പോൾ ഏകദേശം ഒരേപോലെയിരിക്കും അല്ലേ? കാഴ്ചയിൽ ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് ഇത് രണ്ടും ഒന്നാണെന്ന് പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷെ സത്യത്തിൽ അങ്ങനെയല്ല. എന്താണിവ തമ്മിലുള്ള യഥാർത്ഥ വ്യത്യാസം? ശരി, നമുക്കിതിനെപ്പറ്റി വിശദമായി സംസാരിക്കാം. അപ്പോ എല്ലാവർക്കും അറിയേണ്ടൊരു കാര്യമാണ്, ഈ PCODയും PCOSും ഒന്നു തന്നെയാണോ? പലരും ചോദിക്കുന്ന ഈ ഒരു ചോദ്യത്തിന് വളരെ ലളിതമായൊരു ഉത്തരം കണ്ടെത്താനാണ് നമ്മളിന്ന് ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് എല്ലാവർക്കും ഇങ്ങനെയൊരു കൺഫ്യൂഷൻ വരുന്നത്? അതിനൊരു കാരണമുണ്ട് കേട്ടോ. ഈ രണ്ടവസ്ഥകളും സ്ത്രീകളുടെ ഹോർമോണുകളെയും അണ്ഡാശയത്തെയും ബാധിക്കുന്നവയാണ്. പീരിയഡ്സ് കറക്റ്റ് അല്ലാതിരിക്കുക, മുഖക്കുരു വരുന്നത്, ശരീരത്തിൽ അമിതമായി രോമം വളരുന്നത്, ഇങ്ങനെ ഒരേപോലെയുള്ള ഒരുപാട് ലക്ഷണങ്ങൾ രണ്ടിലും കാണാം. ഇതുകൊണ്ടാണ് ഒറ്റയടിക്ക് ഇവ തമ്മിൽ തിരിച്ചറിയാൻ പാടുപെടുന്നത്. ശരി, അപ്പോൾ നമുക്കിതിന്റെ ഉള്ളിലോട്ടൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഓരോന്നും എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുമ്പോൾ തന്നെ അവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം നമുക്ക് നല്ല ക്ലിയർ ആകും. അപ്പോ ആദ്യം PCOD. എന്താണ് ഈ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്? ഇത് വളരെ സാധാരണയായി കണ്ടുവരുന്ന ഒന്നാണ്. ഇതിൽ അണ്ഡാശയങ്ങൾ പൂർണ്ണമായി വളരാത്ത ഒരുപാട് അണ്ഡങ്ങൾ ഉണ്ടാക്കുന്നു. ഇവ പിന്നീട് ചെറിയ മുഴകൾ പോലെ ആകുന്നു. ഇതിന്റെ പ്രധാന കാരണങ്ങളെന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതശൈലി, അമിതവണ്ണം, പിന്നെ മാനസിക സമ്മർദ്ദം, ഇതൊക്കെയാണ്. എന്നാൽ PCOS അഥവാ പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം കുറച്ചുകൂടി ഗൗരവമുള്ളൊരവസ്ഥയാണ്. ഇത് നമ്മുടെ ശരീരത്തിലെ ഹോർമോൺ സിസ്റ്റത്തിൽ വരുന്ന ഒരു തകരാറാണ്. പുരുഷ ഹോർമോണായ ആൻഡ്രോജന്റെ അളവ് കൂടുന്നതാണ് പ്രധാന കാരണം. ഈയൊരവസ്ഥയിൽ അണ്ഡാശയങ്ങൾ അണ്ഡം ഉൽപ്പാദിപ്പിക്കുന്നത് ചിലപ്പോൾ പൂർണ്ണമായും നിർത്തിക്കളഞ്ഞേക്കാം. ഓക്കെ, അപ്പോൾ രണ്ടും എന്താണെന്നൊരു ഐഡിയ കിട്ടിയല്ലോ. ഇനി നമുക്കിവയെ ഒന്ന് സൈഡ് ബൈ സൈഡ് വെച്ച് നോക്കിയാലോ? അപ്പോൾ വ്യത്യാസം നല്ല വ്യക്തമാവും. PCOD എത്രത്തോളം സാധാരണമാണെന്നറിയാവോ? ശരിക്കും പറഞ്ഞാൽ ലോകത്തുള്ള സ്ത്രീകളിൽ ഏകദേശം 10% പേർക്ക്, അതായത് 10ൽ ഒരാൾക്ക് ഈയൊരവസ്ഥയുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. പക്ഷേ PCOSലേക്ക് വരുമ്പോൾ ഈ കണക്ക് നേരെ താഴോട്ടു വരും. PCOD വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ കുറവാണ്. ലോകത്തിലെ സ്ത്രീകളിൽ ഏകദേശം 2.5% പേർക്ക് മാത്രമേ PCOD കാണാറുള്ളൂ. ഈ കണക്കുകൾ തന്നെ ഇവ തമ്മിലുള്ള വ്യത്യാസം എത്ര വലുതാണെന്ന് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോ ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം. ഒന്നുകൂടി സിമ്പിളായി പറഞ്ഞാൽ, PCOD എന്ന് പറയുന്നത് കൂടുതലും നമ്മുടെ ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ടു വരുന്ന ഒന്നാണ്. അതേസമയം PCOS ആകട്ടെ നമ്മുടെ ശരീരത്തിന്റെ ഹോർമോൺ സിസ്റ്റത്തിൽ വരുന്ന കുറച്ചുകൂടി സങ്കീർണമായ ഒരു പ്രശ്നമാണ്. ശരി, അപ്പോ ഈ വ്യത്യാസങ്ങളൊക്കെ ഒരു സ്ത്രീയുടെ ജീവിതത്തെ, പ്രത്യേകിച്ച് അവരുടെ ആരോഗ്യത്തെയും ഭാവിയെയും എങ്ങനെയാണ് ബാധിക്കുക? എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ആശങ്കയുള്ള 2 കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്: ഗർഭധാരണവും പിന്നെ ലോങ് ടേമിൽ വരാവുന്ന മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും. ഗർഭധാരണത്തിന്റെ കാര്യമെടുത്താൽ ഇവിടെയാണ് ഒരു വലിയ വ്യത്യാസം വരുന്നത്. PCOD ഉള്ളവർക്ക് സാധാരണയായി അണ്ഡോത്പാദനം നടക്കും, ചിലപ്പോൾ ചെറിയൊരു മെഡിക്കൽ സപ്പോർട്ട് വേണ്ടി വന്നേക്കാം, എന്നാലും ഗർഭം ധരിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ PCOSന്റെ കാര്യത്തിൽ അണ്ഡോത്പാദനം തന്നെ ചിലപ്പോൾ നടക്കില്ല. അതുകൊണ്ട് ഗർഭം ധരിക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അതുപോലെ ഗർഭകാലത്ത് കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇനി PCODയെക്കുറിച്ച് ഒരു ആശ്വാസകരമായ വാർത്തയുണ്ട്. ഇത് നമുക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുമെങ്കിലും നമ്മളത് ശരിയായ രീതിയിൽ മാനേജ് ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ മറ്റു വലിയ അസുഖങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ PCOSനെ നമ്മൾ കുറച്ചുകൂടി ഗൗരവമായി കാണണം. കാരണം ഇത് കൃത്യമായി ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭാവിയിൽ ടൈപ്പ് 2 ഡയബറ്റീസ്, ഹാർട്ട് പ്രോബ്ലംസ്, ഹൈ ബ്ലഡ് പ്രഷർ, എന്തിന് ഗർഭാശയ ക്യാൻസർ വരെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് PCOSനെ ഒരിക്കലും നിസ്സാരമായി കാണരുത് എന്ന് പറയുന്നത്. അയ്യോ, ഇതെല്ലാം കേട്ട് പേടിക്കൊന്നും വേണ്ട. ശരിയായ അറിവുണ്ടെങ്കിൽ ഈ 2 അവസ്ഥകളെയും നമുക്ക് നന്നായിട്ട് തന്നെ മാനേജ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം. PCODയും PCOSും തമ്മിൽ ഇത്രയധികം വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഇവ രണ്ടും കൺട്രോൾ ചെയ്യാനുള്ള വഴികൾ ഏകദേശം ഒരുപോലെയാണ്. നല്ല ഭക്ഷണം കഴിക്കുക, റെഗുലർ വ്യായാമം ചെയ്യുക, ഭാരം നിയന്ത്രിക്കുക, ജങ്ക് ഫുഡ് ഒഴിവാക്കുക. ഈ ലൈഫ് സ്റ്റൈൽ മാറ്റങ്ങൾ മാത്രം മതി ലക്ഷണങ്ങളിൽ വലിയൊരു വ്യത്യാസം കൊണ്ടുവരാൻ. അപ്പോ നിങ്ങൾക്കിതുപോലുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിൽ എന്തു ചെയ്യണം? ഇതാ ഒരു സിമ്പിൾ ആക്ഷൻ പ്ലാൻ. 1. നിങ്ങളുടെ ശരീരത്തിലെ മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. പീരിയഡ്സ് കറക്റ്റ് അല്ലേ, മുഖക്കുരു വരുന്നുണ്ടോ എന്നൊക്കെ. 2. എന്തെങ്കിലും സംശയം തോന്നിയാൽ മടിച്ചു നിൽക്കരുത്, നേരെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണുക. 3. വേണ്ട ടെസ്റ്റുകൾ ചെയ്ത് എന്താണ് പ്രശ്നമെന്ന് കൃത്യമായി കണ്ടുപിടിക്കുക.
അപ്പോൾ നമ്മൾ ഇത്രയും സംസാരിച്ചതിൽ നിന്ന് ഓർത്തുവെക്കേണ്ട ഒരേയൊരു കാര്യം ഇതാണ്: എത്രയും നേരത്തെ രോഗം തിരിച്ചറിയുന്നുവോ അത്രയും നല്ലത്. നിങ്ങളുടെ ശരീരം നൽകുന്ന സിഗ്നലുകളെ ഒരിക്കലും അവഗണിക്കരുത്. ശരിയായ സമയത്ത് ഡോക്ടറെ കാണുന്നത് ഭാവിയിലുണ്ടാകാവുന്ന ഒരുപാട് സങ്കീർണതകൾ ഒഴിവാക്കാൻ നമ്മളെ സഹായിക്കും. ഓർക്കുക, നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്.